നമസ്കാരം. അധ്യക്ഷ സ്ഥാനം ശ്വേതാ മേനോൻ രാജിവച്ചിറങ്ങിയതിന് പിന്നാലെ ഭരണസമിതിയെ നയിക്കാൻ അടിയന്തര തീരുമാനമെടുത്ത് താരസംഘടനയായ അമ്മ. പാലക്കാട് MLAയും നടനുമായ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ശ്വേതയും ഭരണസമിതിയും ഒന്നടങ്കം രാജിവച്ചതിന് പിന്നാലെ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ നടൻ ജഗദീഷിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ജഗദീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് പിഷാരടിയെ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. 4 മാസമാണ് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി. ഈ കാലയളവിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ കണ്ടെത്തും. ഏകദേശം 1 വർഷം മുമ്പാണ് താരസംഘടനയുടെ തലപ്പത്തേക്ക് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വനിതകൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. സംഘടനയ്ക്കുണ്ടായ മോശം പ്രതിച്ഛായ നീക്കാൻ വനിതകളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളെ ചൊല്ലിയാണ് യോഗത്തിൽ പ്രധാനമായും വൻ തർക്കവും നാടകീയ രംഗങ്ങളും അരങ്ങേറിയത്. കണക്കുകളിൽ ഒട്ടനവധി പിഴവുകളുണ്ടെന്നും വ്യക്തതയില്ലെന്നും ആരോപിച്ച് പ്രമുഖ നടന്മാരായ സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു, രഞ്ജി പണിക്കർ തുടങ്ങിയവർ റിപ്പോർട്ട് പാസാക്കാൻ സമ്മതിക്കാതെ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തി. ഇതോടെ കലുഷിതമായ യോഗത്തിൽ വിഷയങ്ങൾ പഠിക്കാൻ 45 ദിവസത്തെ സമയം വേണമെന്ന് നിലവിലെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ആവശ്യപ്പെടുകയായിരുന്നു. അംഗങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ അതിരുവിട്ടതോടെ ഈ തർക്കങ്ങളിൽ മുൻ പ്രസിഡന്റ് മോഹൻലാൽ ഇടപെട്ട് കൃത്യമായ നിലപാട് വ്യക്തമാക്കണമെന്ന് KB ഗണേഷ് കുമാർ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് യോഗത്തിൽ അതീവ വൈകാരികമായി സംസാരിച്ച മോഹൻലാൽ വ്യക്തിപരമായ ഭിന്നതകൾ എന്തുതന്നെ ഉണ്ടായാലും ഈ സംഘടനയെ ഒരു തരത്തിലും തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഉറപ്പിച്ച് പറയുകയായിരുന്നു. എന്നാൽ വാർഷിക റിപ്പോർട്ട് പാസ്സാക്കാതെ നിലവിലെ ഭരണസമിതിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ചോദ്യത്തിൽ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുകയായിരുന്നു. ഭരണസമിതിക്കെതിരെ കടുത്ത സാമ്പത്തിക ധാർമ്മിക ആരോപണങ്ങളാണ് ജനറൽ ബോഡിയിൽ ഉയർന്നത്. എല്ലാ വർഷവും നടത്താറുള്ള അമ്മ ഷോ എന്തുകൊണ്ട് ഇത്തവണ നടത്തിയില്ലെന്നും IFFKയിൽ മദ്യം വിളമ്പി പാർട്ടി നടത്തിയത് ആരുടെ അനുമതിയോടെയാണെന്നും അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. കൂടാതെ സൗജന്യമായി വേദി ലഭ്യമായിരിക്കെ 4 ലക്ഷം രൂപ ചെലവാക്കി പുതിയ വേദി എന്തിനെടുത്തു എന്നതിനെക്കുറിച്ചും നേതൃത്വത്തിന് നേരെ കടുത്ത വിമർശനമുയർന്നു. ഒരു ജീവനക്കാരിയുടെ പരാതിയെ തുടർന്ന് സംഘടനയുടെ ട്രഷറർ ഉണ്ണി ശിവപാലിനെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചതും വലിയ രീതിയിൽ ചർച്ചയായി. തന്റെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പെരുമാറിയതെന്നും നുണപരിശോധനയ്ക്കും വാട്സപ്പ് ചാറ്റുകൾ പരിശോധിക്കാനും താൻ തയ്യാറാണെന്നും ഉണ്ണി ശിവപാൽ ആരോപിക്കുകയും ചെയ്തു. സംഘടനയിൽ പരിഹരിക്കേണ്ട ആഭ്യന്തര പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ എത്തിയതിൽ അംഗങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് രാജിവെച്ച നടി അൻസിബ ഹസൻ, പ്രധാന ഭാരവാഹിയായ ലക്ഷ്മിപ്രിയയിൽ നിന്നും എക്സിക്യൂട്ടീവ് അംഗം ടിനി ടോമിൽ നിന്നും തനിക്ക് വലിയ അപമാനവും വേദനയും ഉണ്ടായെന്ന് ആരോപിച്ച് നൽകിയ പരാതികൾ യോഗത്തിൽ ചർച്ചയായി. നിരന്തരം പരസ്യ പ്രസ്താവനകൾ നടത്തി അൻസിബ സംഘടനയെ തകർക്കാൻ ശ്രമിച്ചെന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ അൻസിബയുടെ നിലപാടുകൾ കൃത്യമായി വിലയിരുത്തണമെന്ന് മറുവിഭാഗം വാദിക്കുന്നു. സംഘടനയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പരസ്യ പ്രതികരണം നടത്തിയതിന് ടിനി ടോം, ജോയ് മാത്യു, ലക്ഷ്മിപ്രിയ എന്നിവർക്കും നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങൾ യോഗത്തിനെത്തിയത് ചർച്ചകൾക്ക് ചൂടേകി. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ വരവ് ചെലവ് കണക്കുകളെ ചൊല്ലിയുള്ള തർക്കം പൊട്ടിത്തെറിയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെയാണ് നിലവിലെ ഭരണസമിതി ഒടുവിൽ രാജിവെച്ചിരിക്കുന്നത്. തർക്കം രൂക്ഷമായതോടെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് രാജിവെക്കുകയാണെന്ന് ശ്വേതാ മേനോൻ വൈകാരികമായി പ്രതികരിക്കുകയായിരുന്നു. യോഗത്തിനിടെ സ്റ്റേജിൽ കയറിയായിരുന്നു ശ്വേത രാജി പ്രഖ്യാപിച്ചത്. തനിക്ക് യാതൊരുവിധ രാഷ്ട്രീയവുമില്ലെന്നും എന്നാൽ തന്നെ BJP-കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും കടുത്ത അമർഷത്തോടെ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു ശ്വേത. തുടർന്ന് സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയ ശ്വേതയെ നടൻ ബാബുരാജിന്റെ നേതൃത്വത്തിൽ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് അനുനയിപ്പിക്കാനും തിരികെ വിളിക്കാനുമുള്ള സജീവമായ ശ്രമങ്ങൾ നടത്തിവരികയായിരുന്നു. ഒടുവിലാണ് മുഴുവൻ അംഗങ്ങളും ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്.